Hey, hello, welcome back to yet another episode of Wisdom and Wonders. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് ക്ലാസ് 12 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. So, a typical stamen has two main parts, a long and slender stalk called the filament and a terminal bilobed structure called the anther. ഒരു സ്റ്റേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബൈലോബ്ഡ് സ്ട്രക്ചർ ഉള്ള ഒരു ആന്തറും ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് കോൾഡ് ഫിലമെൻറ്റും. രണ്ട് ലോബ്സ് ആണുള്ളത് ആൻഡ് ഒരു ആന്തറും സ്ലെൻഡർ ആൻഡ് സ്റ്റോക്ക് കോൾഡ് ഫിലമെൻറ്റും. ഇത് ഫിലമെൻറ്റും and this one is anther. The proximal element of the filament is attached to the thalamus or petal of the flower. അതായത് ഈ പോർഷൻ ടിപ്പ് പോർഷൻ ഒന്നെങ്കിൽ പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് തലാമസുമായിട്ട്. തലാമസ് ബേസ് ഓഫ് ദ ഫ്ലവർ നമുക്ക് പറയാം, ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. തലാമസ് ആണ് പെറ്റൽസിനെയും കാർപ്പൽസിനെയും എല്ലാം കൂടെ കൂട്ടി പിടിക്കുന്നത്. ഒന്നെങ്കിൽ തലാമസിലേക്കോ അല്ലെങ്കിൽ പെറ്റൽസിലേക്കോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്പർ ആൻഡ് ലെങ്ത് ഓഫ് ദി സ്റ്റേമൻസ് ആർ ജനറലി vary greatly among different species of the flowering plants. It can be varied. ലെങ്തും നമ്പറും സ്റ്റേമൻ്റെ പല പ്ലാന്റ്സിനും പല രീതിയിലായിരിക്കും. ആൻഡ് ഇഫ് സ്റ്റേമൻസ് ഫ്രോം 10 different flowers are collected and arranged on a slide, a wide variation in the size can be observed. സൈസും വേറെ ആയിരിക്കും. സ്റ്റേമൻസിൻ്റെ നമ്പർ, ലെങ്ത്, സൈസ് can be different for different flowers. So structure of anther. A typical angiosperm anther is bilobed. ആൻജിയോസ്പേമിൻ്റെ ഒരു ഫീച്ചറാണ് ബൈലോബ്ഡ് സ്ട്രക്ചർ. നമ്മളത് പറഞ്ഞായിരുന്നു. ആന്തർ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഈ രണ്ട് ലോബ്സ് ഉണ്ടല്ലോ, ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ ഫിലമെന്റ്. ഇതാണ് ഈ രണ്ട് ലോബ് എന്ന് പറയുന്നത്. ഇതുമാണ് രണ്ട് ലോബ്സ് ഉള്ളത്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ബൈലോബ്ഡ്. ഈച്ച് ലോബ് ഹാസ് 2 theca. Therefore the anther is dithecous. Each lobe is having 2 theca layers ഉണ്ട്. So it is dithecous ആണ്. സോ ആന്തറിന്റെ അടുത്ത ഫീച്ചർ ആണ് ഇറ്റ് ഇസ് dithecous. And a longitudinal groove often separates the 2 theca. So longitudinal groove എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇത് സെപ്പറേറ്റ്സ് ദ ഫസ്റ്റ് theca. ഈ ഫസ്റ്റ് thecaനെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് അതർ തിക്കാനെ, ഈ രണ്ട് തിക്കാനെ തമ്മിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻ ട്രാൻസ്ഫർ സെക്ഷൻ ദ ബൈലോബ്ഡ് നേച്ചർ ഓഫ് ദി ആന്തർ ഇസ് വെരി ക്ലിയർ. സോ നമ്മൾ ട്രാൻസ്ഫർ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഈ ഒരു ആന്തറിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് ട്രാൻസ്ഫർ സെക്ഷനിൽ ബൈലോബ്ഡ് നേച്ചർ ഓഫ് ദി ആന്തർ ഇസ് വിസിബിൾ. ഫിലമെന്റ്, അതായത് രണ്ട് ലോബ്സ് ഉണ്ടെന്ന് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. ആൻഡ് ആന്തർ അപ്പിയേഴ്സ് ഇസ് എ 4-sided സ്ട്രക്ചർ. ഇറ്റ് കണ്ടെയ്ൻസ് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്, 2 ഇൻ ഈച്ച് ലോബ്. അതായത് ഓരോ ലോബിലും 2 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ദർഫോർ അനദർ ഫീച്ചർ ഓഫ് an anther is it is tetragonal. സോ അത് എങ്ങനെയായിരിക്കും വരിക? ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയ ആൻഡ് ഹിയർ അനദർ മൈക്രോസ്പൊറാഞ്ചിയ. 2 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയ, ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയ. ടോട്ടൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. 2 കോർണേഴ്സ്, ഓരോ ലോബിൻ്റെയും കോർണേഴ്സിൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ആസ് ദ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് മൈക്രോസ്പൊറാഞ്ചിയ ഗ്രോ ആൻഡ് ഫോം ദി പോളൻ സാക്സ്. ഇവരാണ് പോളൻ സാക്സ് ആയിട്ട് മാറി പോളൻ ഗ്രെയിൻസ് ഇതിലാണ് ഉണ്ടാവുന്നത്. സോ ദീസ് പോളൻ സാക്സ് എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദി ആന്തർ ആൻഡ് ആർ ഫിൽഡ് വിത്ത് പോളൻ ഗ്രെയിൻസ്. സോ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഫിലമെന്റ് പോവുകയാണെങ്കിൽ ഈ പോളൻ സാക്സ് ഈ ത്രൂ ഔട്ട് ദി ലെങ്ത്, ഈ ഫുൾ ലെങ്തിൽ ഇവരുടെ കൂട്ടത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ പോളൻ സാക്സും സെയിം ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്യും ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദി ആന്തർ ആൻഡ് ആർ ഫിൽഡ് വിത്ത് പോളൻ ഗ്രെയിൻസ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കുവാണെങ്കിൽ, ഈ ആന്തറിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കുവാണെങ്കിൽ ഇത് ആന്തറിൻ്റെ ഒരു ലോബിങ്ങനെ, അടുത്ത ലോബിങ്ങനെ, ആ ആന്തറിൻ്റെ അതേ ലെങ്ത് വരെ ഈ പോളൻ സാക്സും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. The structure of microsporangium. In a transverse section, a typical microsporangium appears almost circular in outline. It is surrounded by 4 wall layers: epidermis, endothelium, middle layers, and tapetum. So microsporangium 4 layers on microsporangium 4 layers on. First layer is epidermis, endothelium, middle layers, and tapetum. So
ഇതിലെ the outer three layers protect the anther and help in its dehiscence, which releases pollen grains. The innermost layer, the tapetum, provides nourishment to the developing pollen grains. Tapetum cells have dense cytoplasm and usually contains more than one nucleus. ഏറ്റവും outermost ആയിട്ടുള്ള ഈ എപ്പിഡെർമിസും എൻഡോതീസിയും മിഡിൽ ലെയേഴ്സും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് ദി ആന്തർ ഇൻ ഇറ്റ്സ് ഡെഹിസൻസിനും ഹെൽപ്പ് ചെയ്യും. And the other one, the last one is tapetum. Tapetum help ചെയ്യുന്നത് ടപ്പേറ്റത്തിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ provides the nourishment. It provides the nourishment for the developing pollen grains. Provides the nourishment for the developing pollen grains. And tapetal cells have dense cytoplasm and usually have more than one nucleus. എന്തുകൊണ്ടാണ് ടപ്പേറ്റത്തിന് more than one nucleus and multinucleate ആകാനുള്ള കാര്യം? Because it provides nourishment to the developing pollen grains. The sporogenous tissue. When the anther is young, the center of each microsporangia is filled with compactly arranged similar cells called the sporogenous tissues. So നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പം ഒറ്റ ഒരു ഇത് മാത്രം ഹാഫ് ഓഫ് ദി ലോബ്, ഇതാണല്ലോ ഇങ്ങനെയാണല്ലോ ഒരു ലോബ് ഇരിക്കുന്നത്, അതായത് ലോബ് ഈ സൈഡിൽ. സോ ഇത് ഇവിടെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിന് 4 wall layers ആണുള്ളത്. ഫസ്റ്റ് wall layer, സെക്കൻഡ് wall layer, തേർഡ് wall layer, ഫോർത്ത് wall layer. ആൻഡ് ഇതിനകത്ത് ഏറ്റവും നടുക്കായിട്ട് വരുന്നതാണ് സ്പോറോജീനിയസ് ടിഷ്യൂ ആൻഡ് ഇറ്റ് വിൽ ബി സെൻറ്റർലി പ്ലേസ്ഡ് ആയിരിക്കും. ഇതാണ് സ്പോറോജീനിയസ് ടിഷ്യൂ. ഇങ്ങനെ എല്ലാ ലോബിലും ഓരോ സ്പോറോജീനിയസ് ടിഷ്യൂ ഉണ്ട്. when anther is young. And microsporogenesis. As the anther matures, the cells of the sporogenous tissues undergo meiotic division. This results in the formation of microspore tetrads. The cells of the tetrad are haploid in nature. So മൈക്രോസ്പോറോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. ആസ് ദി ആന്തർ മെച്യൂർസ്, ദി സെൽസ് ഓഫ് ദി സ്പോറോജീനസ് ടിഷ്യൂസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആണ്. ആൻഡ് ദെർഫോർ ദ നമ്പർ ഇസ് ഡിവൈഡിങ് ആണ്, ഹാഫ് ആയിട്ട് മാറുവാണ് മിയോട്ടിക് ഡിവിഷൻ്റെ കേസിൽ. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ടെട്രാഡ്സ്. ദി സെൽസ് ഓഫ് ദി ടെട്രാഡ്സ് ആർ ഹാപ്ലോയിഡ്, അതായത് ഇതിൻ്റെ നമ്പർ ഹാഫ് ആവുന്നത് കൊണ്ട് ടെട്രാഡിൻ്റെ ഹാപ്ലോയിഡ് നേച്ചർ. സ്പോറോജീനിയസ് ടിഷ്യൂ അപ്പം ഡിപ്ലോയിഡ് ആണ്, അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഡയഗ്രാം. ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 wall layers ആണുള്ളത്. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മീഡിയൽ ലെയേഴ്സ് ആൻഡ് ടപ്പേറ്റം, അകത്ത് സ്പോറോജീനിയസ് ടിഷ്യൂ. ആൻഡ് ഇത് അതിൻ്റെ വേറൊരു എൻലാർജ്ഡ് വ്യൂ ആണ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ. And this one is a mature dehiscized anther. ഡെഹിഷൻ നടക്കുന്ന ഒരു ആന്തർ ആണ്, അതായത് പോളൻ ഗ്രെയിൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡെഹിസൻസ് നടക്കുന്ന ഒരു ആന്തറിൻ്റെ ഒരു ഫിഗറാണ് ഇത്. സോ മൈക്രോസ്പോറോജനസിസ് ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ. ഒരു സ്പോറോജീനിയസ് ടിഷ്യൂ ആന്തർ മെച്യൂർ ആയി കഴിയുമ്പോൾ ആ സ്പോറോജീനിയസ് ടിഷ്യൂ മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡിനെ കൊടുക്കും. അതിൽ ഓരോ സ്പോറോജീനിയസ് ടിഷ്യൂവിനും മൈക്രോസ്പോർ ടെട്രാഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഈച്ച് സ്പോറോജീനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ ആ സ്പോറോജീനിയസ് ടിഷ്യൂ ഇസ് നോൺ ആസ് പൊട്ടൻഷ്യൽ പോളൻ ഓർ മൈക്രോസ്പോർ മദർ സെൽ. Microspore mother cell. Sporogenous tissue is known as potential pollen or microspore mother cell. The process of formation of microspores from a pollen mother cell is through meiosis is called microsporogenesis. So microsporogenesis it is a process of formation of pollen grains അല്ലെങ്കിൽ microspores from sporogenous tissue അല്ലെങ്കിൽ potential pollen or microspore mother cell through ഏത് ഡിവിഷനാണ്? മിയോസിസ്. അതുകൊണ്ട് അതിൻ്റെ സ്പോറോജീനിയസ് ടിഷ്യൂ ഡിപ്ലോയിഡും ഉണ്ടാകുന്ന മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡും ആയിരിക്കും. കാരണം ക്രോമോസോം നമ്പർ ഹാഫ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് മിയോസിസിൽ. സോ മൈക്രോസ്പോർസ് as they are formed arranged in clusters of 4 cells. Therefore they are known as microspore tetrad. ഈ ഉണ്ടാകുന്ന മൈക്രോസ്പോർസ് ആദ്യം ഒരു 4 എണ്ണമുള്ള ക്ലസ്റ്റർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്, നിൽക്കുന്നത്. സോ therefore it is known as microspore tetrad എന്ന് നമ്മൾ പറഞ്ഞു. And as the anthers matures and dehydrate, the microspores dissociate from each other and develop into pollen grains. So
ആന്തർ മെച്ചുവർ ആയി കഴിയുമ്പോഴത്തേന് ഇത് മൈക്രോസ്പോർസ് ഈ 4 നിൽക്കുന്നതിൽ നിന്ന് ഓരോന്ന് വിട്ടുമാറി അവർ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ആൻഡ് ഇൻസൈഡ് ഈച്ച് മൈക്രോസ്പോർ ആൻജിയം സെവറൽ തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോർസ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ആൻഡ് ദാറ്റ് ആർ റിലീസ്ഡ് വിത്ത് ഡെഹിസൻസ് ഓഫ് ദി ആന്തർ. ആന്തറിന്റെ ഡെഹിസൻസ് അല്ലെങ്കിൽ ആന്തർ പൊട്ടുമ്പോൾ അവിടുന്ന് ഈ മൈക്രോസ്പോർസ് ആന്തർ മെച്ചുവർ ആകുന്ന ടൈമിൽ തന്നെ ഈ മൈക്രോസ്പോർസ് 4 ഒരുമിച്ച് നിൽക്കുന്നത് വിട്ടുമാറി ഓരോന്നായി മാറി പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറി നിൽക്കും. ആന്തർ പൊട്ടുന്ന ഡെഹിസൻസിന്റെ ടൈമിൽ അതിൽ നിന്നും പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് പോളൻ ഗ്രെയിൻ. സോ പോളൻ ഗ്രെയിൻസ് റെപ്രസെന്റ്സ് എ മെയിൽ ഗാമറ്റോഫൈറ്റ് ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോളൻ ഗ്രെയിൻസ് റെപ്രസെന്റ്സ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളൻ ഗ്രെയിൻസ്. Pollen grains are generally spherical. Pollen grains are generally spherical and they are generally spherical and measuring 25 to 15 micrometers in diameter. Their measurement is 25 to 50 micrometers in diameter. It has prominent two layers. Two layers ആണുള്ളത്. outermost exine and innermost intine ആണ് ഉള്ളത്. intine അടുത്ത പേപ്പറിലാണ് അടുത്ത സ്ലൈഡിലാണുള്ളത്. 2 ലേയേഴ്സ് ആണ് പോളൻ ഗ്രെയിൻസിനുള്ളത്. ഔട്ടർ മോസ്റ്റ് ഉള്ള എക്സൈനും ഇന്നർ ആയിട്ടുള്ള ഇൻറ്റൈനും ആണുള്ളത്. ആൻഡ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. എക്സൈൻ്റെ കമ്പോണൻ്റ് ആണ് സ്പോറോപൊളിനിൻ. So it is one of the most resistant organic material known. It can withstand high temperature and strong acids and alkalis. No enzyme that degrades sporopollenins is so far known. So sporopollenin features and it is the most resistant organic material ഇതുവരെ അറിയുന്നതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആണ്. പിന്നെ ഇറ്റ് വിത്ത്സ്റ്റാൻഡ്സ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആൻഡ് നോ എൻസൈം ദാറ്റ് ഡിഗ്രേഡ്സ് സ്പോറോപോളിനിൻ സോ ഫാർ നോൺ. ഇനി പോളൻ ഗ്രെയിൻ എക്സൈൻ ഹാസ് പ്രോമിനന്റ് അപ്പേർച്ചേഴ്സ് കോൾഡ് ജേംപോസ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കിഴുത്തുകൾ പോലത്തെ ഈ പ്രോമിനന്റ് അപ്പേർച്ചേഴ്സ് ഉണ്ട്. അവിടെ സ്പോറോപൊളിനിൻ ഇസ് ആബ്സെന്റ്. And the pollen grains are well preserved as fossils because of the presence of the sporopollenin. Sporopollenin ഉള്ളത് കൊണ്ടാണ് പോളൻ ഗ്രെയിൻസിനെ ഫോസിൽസ് ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ബിക്കോസ് ഇത് മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ആൻഡ് നോ ആസിഡ്സ് ഓർ ആൽക്കലീസ് ഓർ അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻസൈമിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. The exine exhibits a fascinating array of patterns and designs. സോ അടുത്ത ലെയർ ആണ് ഇൻറ്റൈൻ. ഇന്നർ വാൾ ഓഫ് ദി പോളൻ ഗ്രെയിൻ ഇസ് കോൾഡ് ഇൻറ്റൈൻ. ഇൻറ്റൈൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ തിന്നാണ്, കണ്ടിന്യൂസ് ആണ്. ഈ ജേംപോസ് ഉള്ളത് കൊണ്ട് ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈന് കണ്ടിന്യൂസ് അല്ലായിരുന്നു. പക്ഷേ ഇൻറ്റൈൻ കണ്ടിന്യൂസ് ആണ്, തിന്നാണ്, മെയ്ഡപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ. സൈറ്റോപ്ലാസം ഓഫ് പോളൻ ഗ്രെയിൻ ഇസ് സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി അടുത്തതാണ് പോളൻ ഗ്രെയിൻ മെച്ചുർ ആയതിനു ശേഷം അതിന് 2 സെൽസ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഇതിൽ വെജിറ്റേറ്റീവ് സെല്ല് ബിഗർ ആയിരിക്കും, abundant food reserve ആയിരിക്കും, ആൻഡ് ലാർജ് ഇറഗുലേറ്റർലി ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും ഉള്ളത്. അതേസമയത്ത് നമ്മുടെ ജനറേറ്റീവ് സെല്ലിനാണെങ്കിൽ സ്മോൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് സ്മോൾ ആയതുകൊണ്ട് അത് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. ആൻഡ് ഇറ്റ് ഇസ് സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ ന്യൂക്ലിയസ്. സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, ഷേപ്പ് സ്പിൻഡിൽ ഷേപ്ഡ്. അടുത്ത പറയുന്നത് ഇൻ ഓവർ 60% ഓഫ് ദി ആൻജിയോസ്പേംസ്, അവർ 60% ഓഫ് ദി ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ, അതായത് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആ ഒരു സ്റ്റേറ്റിലിരിക്കുമ്പോൾ തന്നെ അത് ഡെഹിസൻസ് നടക്കും. ആന്ത്രൻ ഡെഹിസൻസ് നടന്ന് ഷെഡ് ചെയ്യും, പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യും. പക്ഷേ ബാക്കി വരുന്ന 40% ഓഫ് ദി ആൻജിയോസ്പേംസിൽ ഈ ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടാണ് 3 സെൽഡ് സ്റ്റേറ്റിലാണ് അവർ ഷെഡ് ചെയ്യുന്നത്. ഈ 60% ഓഫ് ആൻജിയോസ്പേം 2 സെൽഡ് സ്റ്റേജിൽ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുവാണെങ്കിൽ അവർ പോളിനേഷൻ്റെ ടൈമിൽ മറ്റൊരു പോളൻ ട്യൂബിലോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴാണ് ഈ ജനറേറ്റീവ് സെല്ല് മൈറ്റോസിസ് നടന്ന് മെയിൽ ഗ്യാമറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ 3 സെൽഡ് സ്റ്റേജിൻ്റെ ആ ആൻജിയോസ്പേംസിലൊക്കെ അവർ ആന്തറിലിരിക്കുമ്പോൾ തന്നെ പോളൻ ഗ്രെയിൻസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
Pollen allergy. Pollen grains of many species cause severe allergies and bronchial afflictions in some people, often leading to chronic respiratory disorders. ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൻ്റെ പേര് തന്നിട്ടുണ്ട്. Parthenium or Caragrass that came to India as a contaminant with imported wheat and has become ubiquitous in occurrence and causes pollen allergy. Pollen allergy വരുത്തുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ എൻ സി ആർ ടി പഠിക്കാൻ തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. പാർത്തീനിയം ഓർ കാരഗ്രാസ് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്, ഇമ്പോർട്ടഡ് വീറ്റിനോടൊപ്പം വന്നതാണ് പാർത്തീനിയം അല്ലെങ്കിൽ കാരഗ്രാസ്. അത് പിന്നീട് പോളൻ അലർജിക്ക് കാരണമായി. Pollen grains are rich in nutrients. It has become a fashion in the recent years. Pollen tablets ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. Because it is rich in nutrients. In Western countries, a large number of pollen products in the form of tablets and syrup are available, and they are used to increase the performance of the athletes and racehorses. Pollen consumption has been claimed to increase the performance of the athletes and racehorses. പോളൻ ഗ്രെയിൻസ് നമ്മൾ ആദ്യം ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നീട് അവർ ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് ദി അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ് വി യൂസ് പോളൻ ഗ്രെയിൻസ്. ഇനി ഇതിൻ്റെ വയബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ലൂസ് വയബിലിറ്റി. ഏതൊക്കെ പ്ലാന്റ്സിലാണ്? റൈസിലും വീറ്റിലും പോളൻ ഗ്രെയിൻസ് എത്ര നാളാണ് വയബിൾ? 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ വയബിൾ ആയിട്ടിരിക്കുന്ന ടൈം. അതായത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റത്തേക്ക് മാത്രം, 30 മിനിറ്റ് വരെ അവർ വയബിളാണ്. പോളൻ ഗ്രെയിൻസ് പോളിനേഷൻ നടക്കാൻ 30 മിനിറ്റ് വരെ അവർക്ക് പോളിനേഷൻ നടത്താം. ഐ മീൻ അത്രയും നേരം അവർ വയബിളാണ്. ആൻഡ് ഇൻ സം members of Rosaceae, Leguminosae and Solanaceae, they have viability for months. ഏതും ഇമ്പോർട്ടൻ്റ് എൻ സി ആയിട്ട് പറഞ്ഞേക്കുന്നത് 2 പോളൻ ഗ്രെയിൻസ്, 2 ഇതാണ് റൈസിൻ്റെയും വീറ്റിൻ്റെയും കാര്യം. അവർ 30 മിനിറ്റ് വരെയും, റോസേസിയും ലെഗുമിനേസിയും സോളാനേസിയും ഒക്കെ മന്ത്സ് വരെ അവർക്ക് വയബിലിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ സ്റ്റോർ പോളൻ പ്രിസർവേഷൻ ഓഫ് പോളൻസ്. നമുക്കറിയാം ലിക്വിഡ് നൈട്രജനിൽ -196°C നമുക്ക് pollen grains preserve ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് such pollen can be used as pollen banks similar to seed banks in crop breeding programs. So with this we wind up our video. Thank you for watching.